ഹായ് എവരിവൺ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ USS. സോ നമ്മുടെ USS പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ബേസിക് സയൻസിലെ ലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്ക് പറയുകയാണ്. സോ നമ്മളുടെ ചാനലിൽ ത്രൂ ഔട്ട് എന്താണ് നമ്മുടെ വീഡിയോസ്, ക്ലാസ്സസ്, ലൈവുകളൊക്കെ വരുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാം ചെക്കൗട്ട് ചെയ്യുക. സോ നമ്മൾ ഇന്ന് ബേസിക് സയൻസിലെ ലൈറ്റിലെ നമുക്ക് മിറേഴ്സ് അല്ലേ, നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് മിററുകൾ കാണാറുണ്ട്. ഇപ്പം നമ്മൾ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ മിറർ നോക്കും അല്ലേ. സോ നമുക്ക് ഈ മിറർ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അതുപോലെ ടൈപ്സ് ഓഫ് മിറേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദ ഫോളോയിങ് ചൂസ് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് കോൺവെക്സ് മിറർ ഈസ് യൂസ്ഡ്. സോ നമുക്കിവിടെ തന്നിട്ടുള്ള 4 സിറ്റുവേഷൻസിൽ കോൺവെക്സ് മിറർ എവിടെയാണ് യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, നമ്മുടെ കോൺവെക്സ് മിറർ അല്ലേ. സോ നമുക്കറിയാം, നമുക്ക് 3 ടൈപ്പ് ഓഫ് മിറേഴ്സ് ഉണ്ട്. പ്ലെയിൻ മിറർ ഉണ്ട്, കോൺവെക്സ് മിറർ ഉണ്ട്, കോൺകേവ് മിറർ ഉണ്ട്. സോ നമ്മൾ പ്ലെയിൻ മിറർ എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മൾ ഒരു സൈഡ് നമ്മളെന്താക്കും, ഒപ്പേക്കാക്കും അല്ലേ. സോ ഈ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇതൊരു പ്ലെയിൻ മിററാണ്. ഇനി ഒരു കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്വേർഡ് കർവ് ഉള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇൻവേർഡ് ആയിട്ടുള്ള ഭാഗം, അകത്തേക്കുള്ള ഭാഗത്തിന് എന്ത് ചെയ്യും, നമ്മൾ ഒപ്പേക്കാക്കും. സോ ഈ സൈഡിലൂടെ ആയിരിക്കും നമ്മൾ നോക്കുക. സോ എന്തായിരിക്കും, ഒരു ഔട്ട്വേർഡ് അല്ലെ, പുറത്തേക്കുള്ളൊരു കർവാണ് ഉണ്ടാവുക. സോ ഇതിനെ നമ്മൾ എന്താ പറയുക, യെസ്. സോ നമ്മൾ ഈ പുറത്തേക്കുള്ള ഭാഗം ഒപ്പേക്കായിട്ട് നമുക്ക് അകത്തുനിന്ന് നോക്കുമ്പോൾ, അതായത് നമുക്കൊരു ഉള്ളിലേക്കുള്ള കർവാണ്, ചെരിവാണ് കാണുന്നതെങ്കിൽ ഇതായിരിക്കും കോൺകേവ് മിറർ. കോൺകേവ് മിറർ ഇത് നമ്മുടെ പ്ലെയിൻ മിറർ ആയിരിക്കും, ആൻഡ് ഇത് നമ്മുടെ കോൺവെക്സ് മിറർ ആയിരിക്കും. സോ നമ്മൾ ചോദ്യം നോക്കാം. എന്താണ് താഴെ പറയുന്നതിൽ കോൺവെക്സ് ദർപ്പണം, മലയാളത്തിൽ നമ്മൾ എന്താണ് കോൺവെക്സ് എന്ന് തന്നെയാണ് പറയാം. സോ കോൺവെക്സ് ദർപ്പണം എവിടെയാണ് ഉപയോഗിക്കുന്നത്? സോ ഓപ്ഷൻസ് എന്താണ്, റെയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾസ്, കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് ആൻഡ് ആർക്ക് ലാമ്പ്. അതായത് വാഹനങ്ങളിലുള്ള റിയർ വ്യൂ മിറർ, കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ്, ആർക്ക് ലാമ്പ് എന്നൊക്കെ എക്സാമ്പിൾസ് ആണ് തന്നിട്ടുള്ളത്. സോ നമുക്കറിയാം, നമ്മുടെ വാഹനങ്ങളിൽ അല്ലേ, യെസ്, നമ്മൾ വാഹനങ്ങളിൽ നമ്മൾ വെഹിക്കിൾസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ സൈഡ് മിറേഴ്സൊക്കെ എന്താണ്, നമ്മുടെ കോൺവെക്സ് മിററാണ്, കോൺവെക്സ്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ കോൺവെക്സ് മിററിൽ നമ്മൾ വലിയൊരു ഒബ്ജക്റ്റ് നമുക്ക് പിന്നിലുണ്ടെങ്കിൽ, നമ്മൾ വാഹനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പിന്നിൽ വലിയൊരു ലോറി എന്തെങ്കിലും ഒരു വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് മിററിൽ എന്തായിട്ട് കാണാൻ പറ്റും, ചെറുതായിട്ട് കാണാൻ പറ്റും. സോ ഇത്രയും വലിയൊരു ഒബ്ജക്റ്റിനെ നമുക്ക് ചെറുതായിട്ട് കാണാം. അതായത് നമുക്ക് ബാക്കിലുള്ള ഒരു ഫുൾ വ്യൂ, വൈഡ് വ്യൂ ഓഫ് റേഞ്ച് നമുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺവെക്സ് മിറേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദ ഫോളോയിങ് the only one that is not a property of image formed by a plane mirror is. അതായത് താഴെ പറയുന്നതിൽ സമതല ദർപ്പണത്തിൻ്റെ നിഴൽ രൂപീകരണവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു പ്ലെയിൻ മിറർ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ അതിൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ എന്ത് കാണാൻ പറ്റും, നമ്മളുടെ ഇമേജ് കാണാം അല്ലേ. ആ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇമേജ് ഈസ് നോട്ട് എ റിയൽ ഇമേജ്, അതായത് യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്നു. ആൻഡ് image has same size as object. Image is formed as far behind the mirror as the object is in front of it. Image formed is laterally inverted. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. സോ നമുക്കറിയാം, യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്നു, വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള പ്രതിബിംബമാണ്. വസ്തുവിലേക്കുള്ള ദൂരം ഇമേജിലേക്കുള്ള ദൂരം സെയിം ആണ്. ഇമേജിന് എന്താണ്, പാർശ്വക വിപര്യം സംഭവിക്കുന്നു, അതായത് എന്താണ്, ലാറ്ററലി ഇൻവേർട്ടഡ് ആവുന്നു എന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം, നമ്മളുടെ ഇമേജ് നോക്കാം. സോ ഞാനൊരു പ്ലെയിൻ മിററിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. സോ ഈ സമയത്ത് ഞാൻ മിററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണോ, മിററും ഞാൻ തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അത്രയും ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്യുക, ഇമേജ് ഫോം ചെയ്യുക. സോ ഇവിടെ ഞാനൊരു മിറർ വെച്ചിട്ട് ഞാൻ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഇത് എത്ര ദൂരം ഉണ്ടോ അത്രയും ദൂരം അപ്പുറത്താണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. സോ എന്താണ്, ദൂരം സെയിം ആണ്, ദൂരം വ്യത്യാസമില്ല. അതുപോലെ തന്നെ ഞാനൊരു മിറർ നോക്കുമ്പോൾ എൻ്റെ അതേ സൈസിലുള്ള ഒരാളാണ് എനിക്ക് കാണാൻ പറ്റുക അല്ലേ. സോ എന്താണ്, നമ്മളുടെ സൈസ് ഓഫ് ഇമേജും സെയിം ആണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു മിററിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മളെ വലത്തെ കൈ നമ്മൾ പൊക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, നമ്മുടെ ഇമേജിൻ്റെ ഇടത്തെ കൈ ആയിരിക്കും പൊങ്ങുന്നത്. അതായത് ഞാൻ ലാറ്ററലി ഇൻവേർട്ട് ആവുന്നുണ്ട്. സോ നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ ഇമേജ് ഫോംഡ് ഇസ് റിയൽ എന്നുള്ള ഓപ്ഷൻ എന്താണ്, തെറ്റാണ് അല്ലേ. അതായത് ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഇമേജ് ഹാസ് സെയിം സൈസാണ്, ബി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ സി എന്താണ്, വസ്തുവിലേക്കുള്ള ദൂരവും പ്രതിബിംബവും തുല്യമാണ്, അതും സിയും കറക്റ്റാണ്, ബിയും കറക്റ്റാണ്, ഡിയും കറക്റ്റാണ് അല്ലേ. സോ ഇമേജ് ഫോംഡ് ഇസ് റിയൽ എന്ന് പറയുന്നുണ്ട്. സോ നമുക്കറിയാം, ഒരു പ്ലെയിൻ മിററിൽ നമ്മൾ കാണുന്ന ഇമേജ് ഒരു വെർച്വൽ ഇമേജ് ആണ്. സോ നമുക്ക് മിററിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇമേജ് എന്തായിരിക്കും, ഒരു വെർച്വൽ ഇമേജ് ആയിരിക്കും, യഥാർത്ഥ രൂപം ആയിരിക്കില്ല. അതുപോലെ തന്നെ ദൂരം
ഇമേജും ഒബ്ജക്റ്റും തമ്മിലുള്ള ദൂരം, ഇമേജും മിററും തമ്മിലുള്ള ദൂരം ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ദൂരം സെയിം ആയിരിക്കും, ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും, അതുപോലെ തന്നെ എന്താണ് സെയിം സൈസും ആയിരിക്കും. സോ ഇതൊക്കെയാണ് പ്ലെയിൻ മിറർ, സമതല ദർപ്പണത്തിൽ ഉണ്ടാവുന്ന പ്രതിബിംബം അല്ലെങ്കിൽ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ്. സോ നമുക്കൊരു ചോദ്യം കൂടെ നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇൻ വിച്ച് വേ മിറേഴ്സ് ആർ ടു ബി അറേഞ്ച്ഡ് ടു ഗെറ്റ് മാക്സിമം നമ്പർ ഓഫ് ഇമേജസ്? ദർപ്പണങ്ങൾ ഏത് രീതിയിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ഉണ്ടാവുന്നത്? സോ 90 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി പാരലൽ എന്നാണ് തന്നിട്ടുള്ളത്. അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്? ഒരു 2 മിറേഴ്സ് എടുത്തു, എന്നിട്ട് ഞാൻ ഇങ്ങനെ വെച്ചു 90 ഡിഗ്രി ആംഗിളിൽ, പിന്നെ എന്താണ് 60 ഡിഗ്രി, യെസ് ഇങ്ങനെ 2 മിറർ വെച്ചു. സോ ഇത് 90 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്, കുറച്ചുകൂടെ കുറവാണ് അല്ലേ 60 ഡിഗ്രി, പിന്നെ 45 ഡിഗ്രി കുറച്ചും കൂടെ കുറഞ്ഞ് വളരെ ചെറിയൊരു ആംഗിളിൽ 45 ഡിഗ്രി, പിന്നെ എന്താണ് സമാന്തരമായി പാരലലായിട്ട്, അതായത് ഇവിടെ ഒരു മിറർ ഇവിടെ ഒരു മിറർ വെച്ചാൽ ഇങ്ങനെ വെക്കുന്നു. സോ ഇതാണ് സമാന്തരമായി അല്ലെങ്കിൽ പാരലായിട്ട് വെച്ചിട്ടുള്ളത്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെയൊക്കെ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണ്. സോ ഞാനൊരു ട്രയാങ്കുലർ ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റ് എല്ലായിടത്തും കൊണ്ട് വയ്ക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഏത് രീതിയിൽ വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇമേജസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. സോ നമുക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലേ, ഇപ്പോൾ നമ്മൾ എന്താണ്, ഇപ്പോൾ ബാർബർ ഷോപ്പിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് മിറേഴ്സ് ഉള്ള റൂമിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുന്നിലും പിന്നിലും ഒരു മിറർ ഉണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് മുന്നോട്ട് ഒരുപാട് ഇമേജുകൾ കാണാം, പിന്നോട്ട് ഒരുപാട് ഇമേജുകൾ കാണാം. അതായത് നമ്മൾ 2 മിററുകൾ പാരലലായിട്ട് വെച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക, മാക്സിമം നമ്പർ ഓഫ് ഇമേജസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഇമേജസ് കിട്ടും അല്ലേ. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. അതായത് സമാന്തരമായി അല്ലെങ്കിൽ പാരലലായിട്ട് വെക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം ഇമേജസ് കിട്ടുക. ഇപ്പോൾ നമ്മൾ 90 ഡിഗ്രിയിൽ വെക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് പഠിക്കാം. ഇവിടെ വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവും, അതുപോലെ ഈ മിററിന് ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ 2 ഇമേജുകൾക്ക് ഒരു ഇമേജ് ഇവിടെയും ഫോം ചെയ്യും. അതായത് ഒരു 3 ഇമേജുകൾ എന്തുണ്ടാവും, നമ്മൾ 90 ഡിഗ്രിയിൽ ഫോം ചെയ്യും. സോ നമുക്ക് അതിൻ്റെ ഒരു ചിത്രം കൂടെ നോക്കാം. യെസ്, സോ ഇവിടെ എന്താണ്, ഒരു മുന്നിലും പിന്നിലും ഓരോ മിറേഴ്സ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ്, നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും നമ്പർ ഓഫ് ഇമേജസ് കാണാൻ പറ്റും. സോ അതുപോലെ തന്നെ നമ്മളുടെ USS ബേസ്ഡ് ആയിട്ടുള്ള ബാക്കി ക്ലാസ്സസിനും മറ്റൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ക്വിസുകൾ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.